ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടുള്ളൂ ഇത് ചെയ്യാനായിട്ട്. നോമ്പിനാണെങ്കിലും അതുപോലെ തന്നെ നല്ല ചൂടുള്ള സമയമല്ലേ ഇപ്പോഴാണെങ്കിലും കുടിക്കാനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മിക്സിയിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു 2 ക്യാരറ്റ് വേവിച്ചെടുത്തിട്ട് ചേർക്കുകയാണ്. അപ്പോൾ സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് വലിപ്പമുള്ള ക്യാരറ്റ് അല്ല, ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ഒരു 2 ചെറിയ ക്യാരറ്റ് അത്രയും മതി. കൂടെ 2 ഏലക്ക ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 ഈന്തപ്പഴം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈന്തപ്പഴം ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്, കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ കുറച്ചുകൂടെ ഹെൽത്തിയാണ്. അപ്പോൾ ഈന്തപ്പഴം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം കണ്ടൻസ് മിൽക്കോ പഞ്ചസാരയോ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാല് നന്നായിട്ട് കട്ടയാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളവും ചേർത്തിട്ടുണ്ട്, തണുത്ത വെള്ളമാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈന്തപ്പഴം ചേർത്തുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഏലക്കായും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ, നിർബന്ധമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്, കാരണം നമ്മളിതിൽ പഞ്ചസാര ചേർത്തിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4-5 ഈന്തപ്പഴം ചേർത്തിട്ട് ബാക്കി പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെയായിട്ട് കുറച്ചധികം ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈ ബൂസ്റ്റ് നമ്മൾ ഇടുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ ഈ വെറുതെ ഡെക്കറേഷന് വേണ്ടിയിട്ടല്ല, ടേസ്റ്റും കൂടി കിട്ടാനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഒരു 3 ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് ഇട്ടിട്ടും അടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടക്കും വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.